എന്നാൽ തിരുമുഖ നൊവേനയിൽ അങ്ങനെ അല്ല. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ആ വാഗ്ദാനം എനിക്ക് തരണമേ എന്ന് തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ അത് തരാതിരിക്കാൻ ദൈവത്തിനാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് 8 കാറോസൂസ എഴുതി. ആ 8 കാറോസൂസ നൊവേനയിൽ ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പിന്നീട് കാറോസൂസ പ്രാർത്ഥനകൾ എഴുതിയതിന് ശേഷം ബാക്കി തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാവിൽ ചാടി എഴുന്നേറ്റ് എഴുതിയ ഒരു പാട്ട്. ഞാനൊരു പാട്ട് എഴുതുന്ന ആളൊന്നും അല്ല, അതിന് മുമ്പോട്ട് എഴുതിയിട്ടുമില്ല. പക്ഷെ ഒരു ദിവസം രാത്രി ഒരു 2 മണിക്ക് വളരെ സാന്ദർഭികമായി പെട്ടെന്ന് കവിത മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എഴുതി. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് എഴുതി ഞാൻ ശാന്തമായി കിടന്നുറങ്ങി. അതിൻ്റെ ഒരർത്ഥം യഥാർത്ഥത്തിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ ഭാവനയോ എൻ്റെ കഴിവോ അതിൽ ഇല്ല. വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യ കാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ ആരാധന, അങ്ങേക്ക് ആരാധന എന്ന പാട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ എഴുതിയതാണ്. ആ പാട്ട് എഴുതിയത് 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓടന്തോടുള്ള കാലത്താണ്. പക്ഷേ ആ ഗാനം പെട്ടെന്ന് ഈ നൊവേനയുടെ ആദ്യത്തെ പ്രാരംഭ ഗാനമാക്കിയിട്ട് ഇടയായി. അതൊരു വലിയ ചേഞ്ചായിരുന്നു. പിന്നീടുള്ളത് എല്ലാം ദൈവം എങ്ങനെ ഒരു വ്യക്തിയുടെ തൂലികയെ ചലിപ്പിക്കും എന്ന് അത്ഭുതത്തോടെ മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ഈശോയുടെ തിരുമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് എൻ്റെ തലയിൽ ആദ്യം കയറിയ ചിന്ത. അതിനു വേണ്ടിയിട്ട് ചെയ്തത് പ്രവാചക കാലഘട്ടം മുതൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആ മിശിഹായുടെ മുഖം, അവിടെ മുതൽ ഇങ്ങനെ ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 75 ഭാവങ്ങൾ ആണ് എഴുതിയത്. ഇതിൽ 74 എണ്ണം എഴുതാൻ എനിക്ക് 2 മണിക്കൂർ മതിയായിരുന്നു. അതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇത് എഴുതിപ്പോയി എനിക്ക് ഇന്നും ഒരു അത്ഭുതമായി തോന്നുകയാണ്. എന്നാൽ അവസാനത്തെ 75-ാമത്തെ 74 എണ്ണം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒരു നമ്പർ ഒന്ന് പൂർത്തീകരിക്കട്ടെ, ഒരെണ്ണം എഴുതാമെന്ന് ഞാൻ കരുതിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ 75-ാമത്തെ എഴുതാൻ പറ്റിയത്. അത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് എഴുതി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു. പിന്നീട് അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ദൈർഘ്യം കൂടിപ്പോയത് കൊണ്ട് അത് 50 എണ്ണമാക്കി മാറ്റി. ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 50 മുഖഭാവങ്ങളാണ് ഇതിലെ ലുത്തിനിയായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് മറ്റു പ്രാർത്ഥനകളും ഗാനങ്ങളും കൂട്ടിച്ചേർത്ത് അത് പ്രിന്റ് ചെയ്യാനിടയായി. അതിൻ്റെ 3rd എഡിഷൻ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുമുഖ ഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ മോഹമായി മാറുകയും തീവ്രമായ ഒരു ആഗ്രഹമായി മാറുകയും അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അശാസിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ഭക്തി സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്ന ഒരു അനുഭവമാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യസ്തത അനുഭവവേദ്യമാവും. തീർച്ചയായിട്ടും അച്ഛനോട് സംസാരിക്കുമ്പോഴും ഈ ഒരു ഫീലിംഗ് ഇൻ്റർവ്യൂ ചെയ്യുന്ന എനിക്ക് തന്നെ അത് അനുഭവവേദ്യമാകുന്നുണ്ട്. അവസാനമായി വെച്ചാൽ നമ്മൾ ഈ ഒരു ദിവ്യകാരുണ്യം തുടർ പഠനത്തിന് വേണ്ടി പിന്നീട് നമ്മൾ റോമിലേക്ക് അയക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ സമയത്താണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വീണ്ടും റോമിലേക്ക് കൊണ്ടുപോകാൻ കാരണമായത്? അതിനകത്ത് എന്താണ് എന്നുള്ളത് വെച്ചാൽ പറയാം. അത് ഒരു വലിയ ദൈവ നിയോഗമായി ഞാൻ കാണുന്നു. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന തീർത്ഥാടകർ വളരെ ഭക്തിയോടെ അനേകർ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന, അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നത്, നൊവേനയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അപൂർവമായ ചിലർ വന്ന് വളരെ സംശയത്തോടെ കാണുകയും അതിനെ വളരെ നിഷേധാത്മകമായി തിരുശേഷിപ്പിൻ്റെ മുൻപിൽ പെരുമാറുകയും യാതൊരു ആദരവും കൊടുക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ ചങ്കിൽ വേദനയുണ്ടായി.
അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? അതായിരുന്നു പിന്നീടുള്ള എൻ്റെ ഒരു വലിയ ചിന്ത. എന്ന് പറഞ്ഞാൽ ഇനി ഒരാളും ഇതിനെ സംശയിക്കാത്ത വിധത്തിൽ ഔദ്യോഗികമായി സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണ് എന്ന് സഭ പറയണം. സഭ പറയണമെങ്കിൽ അതിനു മുൻപ് ഇത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിഷയമാക്കണം. അപ്പം അതുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വന്ന ചില വ്യക്തികളുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായി മറ്റൊരു പ്രാർത്ഥന മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. ഒന്ന്, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകണം. രണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഔദ്യോഗികമായി ഇതുവരെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പോലെ ഇത് വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് എന്നത് സഭ ഔദ്യോഗികമായി പറയണം എന്നത് എൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. വ്യക്തിപരമായി പലരോട് ഞാൻ അതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കാക്കനാട് സിനഡ് നടക്കുന്ന സമയത്ത് 2020 ജനുവരി മാസം 11-ാം തീയതി വിളക്കന്നൂരിൽ നിന്ന് ഈ തിരുവോസ്തി ഇടവക ജനത്തിൻ്റെ സമ്മതത്തോടുകൂടെ കാക്കനാട് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. ജനത്തെ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്നും വിളക്കന്നൂർ ഇടവയിൽ അതിലൂടെ ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണെന്നും സംശയലേശമന്യേ ഈ തിരുവോസ്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നത് കാണാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമായി ഇത് വളരാനും ഇപ്പോൾ നാം തിരുവോസ്തി അഭിയന്യ പിതാക്കന്മാർ പറയുന്നതനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ജനം വിശ്വസിച്ചു, എൻ്റെ ജനം കാത്തിരുന്നു, എൻ്റെ ജനം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ 31-ാം തീയതി സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിളക്കന്നൂർ സമൂഹത്തിന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ നൽകുന്ന ആത്മനിർവൃതി, ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത്. ആ സ്വപ്ന സാക്ഷാത്കാരം അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്കറിയാം ഇതിലൂടെ അനേക ലക്ഷങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയിൽ വളരാനും അങ്ങനെ തിരുമുഖ ഭക്തിയിലൂടെ ലോകത്ത് അനേക അത്ഭുതങ്ങൾ സംഭവിക്കാനും കൃപകൾ സ്വീകരിക്കാനും അങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വിശ്വസിക്കാനും ഈശോയെ സത്യമായും അത് വ്യക്തിയാണെന്ന്, ഈശോ എന്ന വ്യക്തിയാണ് തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നതെന്ന് വിശ്വസിക്കാനും വിശ്വസിച്ച് ആരാധിക്കാനും വിശ്വസിച്ച് തിരുവോസ്തിയെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി തീരാനും 3-ാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറാനും അതുവഴി ലോകവും സഭയും ഈ പ്രദേശവും വളരാനും ഇടയാകുമെന്ന അതിനുള്ള അവസരം ഉണ്ടാക്കിയ ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അഭിയന്യ പിതാക്കന്മാർ ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ വിളക്കന്നൂർ ഇടവകയിലെ ദൈവജനം ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ധന്യമായി തീരുകയാണ് ഞങ്ങളുടെയൊക്കെ ജന്മങ്ങൾ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ അതൊരു ശാസ്ത്രീയ പഠനത്തിന് വിട്ടു നൽകണമെന്നുള്ള അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയുന്ന ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു അത്ഭുതം നടക്കും. നമുക്കറിയാം എവിടെ അത്ഭുതം നടന്നാലും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം പല കബളിപ്പിക്കലും പറ്റിക്കലുകളും ഇതിൻ്റെ പേരിൽ നടക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിനകത്ത് കലർപ്പില്ല, ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് മാൽപ്രാക്ടീസുകളോ ഒന്നുമില്ല എന്ന് തെളിയിക്കപ്പെടേണ്ടത് അവരെക്കാൾ ഉപരി നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള പറ്റിക്കലുകൾ ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട വലിയമറ്റം പിതാവ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, പല കബളിപ്പിക്കലും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും അന്ന് കേരളത്തിൽ പലയിടങ്ങളിൽ നടന്നിരുന്നു എന്നുള്ളത്. അച്ഛനും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം തുടർ പഠനം നടത്തുവാനായിട്ടും അച്ഛൻ മുതിർന്നത്. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ
99.6% സിമിലാരിറ്റി അന്നും സംഭവിച്ച അതേ സിമിലാരിറ്റി ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പഠനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇത് ഒരു പറ്റിക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വരച്ചു വെച്ചതോ ഒന്നുമല്ല. ഇത് സത്യമായും തെളിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ള അച്ഛാ, ഇപ്രകാരം നമുക്കറിയാം ഇതൊരു ക്രൈസ്തവ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമ്മൾ ആരെയും നിഷേധിക്കാനോ ആരെയും തള്ളിപ്പറയാനോ ഒരു മതത്തെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ പോകാറില്ല. സത്യദൈവമായ മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരാളെ പിടിച്ചാദ്യം നമ്മൾ പിന്നെ മാമൂസം ക്രിസ്ത്യാനിയാക്കാമെന്ന് നമ്മളാരും പറയാറില്ല. അവനെ പഠിക്കാനും ഇപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് പരിശുദ്ധ മാമോദീസ നമ്മൾ അവന് കൊടുക്കുന്നത്. അച്ഛൻ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ ധാരാളം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടാകാം, അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാകാം. അവർക്ക് ഇതിനോടുള്ള സമീപനം എപ്രകാരമായിരുന്നു എന്ന് അച്ഛനോട് പറയാൻ പറ്റും? തീർച്ചയായും അനേകർ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ധാരാളം വരാറുണ്ട്. ഇപ്പോഴും പ്രത്യേകിച്ച് വിളക്കന്നൂർ പ്രദേശത്തുള്ള മറ്റ് മതത്തിൽപ്പെട്ടവർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തിരുനാൾ ആഘോഷങ്ങളിലൊക്കെ അവരുടെ സജീവമായ സാന്നിധ്യം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതത്തോട് ആത്മാർത്ഥമായ സ്നേഹവും ആദരവും എല്ലാം ഉണ്ട്. പിന്നെ ഇതേക്കുറിച്ചൊക്കെ പറയുകയും നമ്മളത് എങ്ങനെ എടുക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2.5 വർഷമായി ICUവിൽ ഞാൻ കിടന്ന 7 ദിവസമല്ലാതെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ്, ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത്. ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. എനിക്കത്രയും വിശ്വാസം ഈ നൊവേനയിലും അതിൻ്റെ ഫലസിദ്ധിയിലുമുണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെയും സ്വന്തം ജീവിതത്തിലെയും എനിക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തിരുമുഖ ഭക്തി വളരട്ടെ, അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. തിരുമുഖത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി വിളക്കന്നൂർ മാറട്ടെ, അതാണ് എൻ്റെ ആശംസ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അച്ഛൻ ഒത്തിരിയേറെ സമയം അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ പ്രേക്ഷകരോട് അച്ഛൻ പങ്കുവച്ചു. അച്ഛൻ വളരെ ഭക്തിപൂർവ്വം അവിടെ ആയിരുന്നുകൊണ്ട് ഇപ്രകാരമുള്ള തിരുമുഖ ഭക്തി വളർത്തുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യുകയുണ്ടായി. ഒരു നൊവേന എഴുതി, മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ദൈവം അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് അച്ഛൻ വിശ്വസിക്കുകയും അത് മാത്രമല്ല അച്ഛൻ്റെ സംഭാഷണത്തിലൂടെ അത് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. അച്ഛനിലൂടെ ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുവാനിടയായി. ഇനി മാത്രമല്ല ദൈവം തന്ന വലിയ സൗഭാഗ്യമാണ്. കാരണം അച്ഛൻ തൊട്ടടുത്ത ഇടവകയിൽ ഇപ്പോൾ സേവനം ചെയ്യാനായിട്ട് സാധിക്കും. അച്ഛൻ തോന്നുമ്പോൾ ഒക്കെ വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ അവസരം ദൈവം അച്ഛന് തന്നിട്ടുണ്ട്. പ്രിയമുള്ള അച്ഛൻ, ഒത്തിരിയേറെ സന്തോഷം ഞങ്ങളുടെ ഈ ടെൽമി ക്രിയേഷനിലൂടെ ഇപ്രകാരമുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവച്ചതിൽ. തുടർന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം 3-ാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖം, അതൊക്കെ വലിയ അർത്ഥങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. ഈശോയുടെ തിരുമുഖം അതിൻ്റെ ഭക്തി വളർത്തുവാനായിട്ട്, അതിൻ്റെ ഒരു പ്രചാരകനായിട്ട് അല്ലേ, നാളുകൾക്ക് ശേഷം ഒരു വേദപാരംഗതൻ എന്നൊക്കെ രീതിയിലൊക്കെ നമുക്കറിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണല്ലോ. അപ്പോൾ അപ്രകാരം നമുക്കറിയാം ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്നതിൽ അച്ഛനൊരു വലിയ ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് അച്ഛന് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈശോയുടെ തിരുമുഖ ഭക്തി വളർത്തുവാനായിട്ട് അപ്രകാരം ഒരു വിശ്വാസം ആളിലെ എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വെൽക്കം. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എൻ്റെ